അടുത്തതായി ഈ വേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനു വേണ്ടി ഭാരതീയ വിദ്യാ നികേതൻ സ്റ്റേറ്റ് അക്കാദമിക് കോർഡിനേറ്റർ ശ്രീകാന്ത് ഗുരുപദം അവർകളെ സാദരം ക്ഷണിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള എൻ്റെ ഗുരുജനങ്ങൾക്ക് സാദരപ്രണാമം. സദസ്സിലുള്ള സഹോദരങ്ങൾക്ക് സസ്നേഹ നമസ്കാരം. എൻ്റെ ഒരു പുതിയ അനുഭവമാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഇവിടെ നേരത്തെ ചൊല്ലിക്കേട്ട ആ ഗീതം ക്ഷുഭിത യൗവനങ്ങളുടെ അലയടികളെ ശാന്തമാക്കാൻ വേണ്ടി വിദ്യയുടെ വഴിയിലൂടെ ഞങ്ങൾ വരികയാണ്. ഈ സമൂഹത്തിൻ്റെ സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യത്തെ മാറ്റിയെടുക്കണം എന്നൊക്കെ പാടുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഇത് തന്നെയല്ലേ ഞാനും പാടാറുള്ളത്. വാക്കുകളിലോ ഭാഷയിലോ ഒക്കെ മാറ്റമേ ഉള്ളൂ. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നിൽക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള സ്നേഹസംഗമങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുമ്പോൾ വാക്കുകളിലൂടെ ഉണ്ടാക്കപ്പെടുന്ന, നാം മനസ്സിലാക്കുന്ന അർത്ഥവ്യത്യാസം കൊണ്ട് മാത്രം ഉണ്ടാക്കപ്പെടുന്ന പല സംഘർഷങ്ങൾക്കും സമാധാനമുണ്ടാവുമെന്നാണ് തോന്നുന്നത്. എന്തായാലും പല മതങ്ങളുടെ പേരിൽ വിളിക്കപ്പെട്ടവർ, അത്തരം പ്രധാനപ്പെട്ട മതങ്ങളിലെ പ്രധാന ആശയങ്ങളെ, സ്നേഹമസൃണമായിട്ടുള്ള ആശയങ്ങളെ പറയും എന്ന് സൂചിപ്പിക്കുകൊണ്ട് ഹിന്ദു മതത്തിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കാനാണ് എന്നെ വിളിച്ചതെന്ന് കരുതുന്നു ഞാൻ. എനിക്ക് ഇസ്ലാം മതത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ല. അല്പം പണ്ടെന്നോ വായിച്ചത് മാത്രമേ ഉള്ളൂ. ക്രിസ്തു മതത്തെക്കുറിച്ചും അറിയില്ല. കുറച്ച് ബൈബിൾ വായിച്ച ഒരു പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷേ ഹിന്ദു മതങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഹിന്ദു ധർമ്മത്തെക്കുറിച്ചും ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സാമാന്യം ചെറിയൊരു പരിചയം നൽകാമെന്ന് മാത്രമാണ് കരുതുന്നത്. അതിലപ്പുറം ഞാൻ പഠിക്കാനാണ് ഈ സാഹചര്യം ഉപയോഗിക്കുന്നത്. ഹിന്ദു ധർമ്മമെന്നും ഹിന്ദു മതം എന്നും പറയുമ്പോൾ സമാന അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ടെങ്കിലും വളരെ അർത്ഥവ്യത്യാസമുണ്ട്. ഹിന്ദു ധർമ്മമെന്ന് പറയുന്നത് വിശാലമായിട്ടുള്ളൊരർത്ഥത്തിലാണ്. ഹിന്ദു ധർമ്മത്തിനകത്ത് ധാരാളം മതങ്ങൾ ഉണ്ട്. ധർമ്മം എന്നുള്ള വാക്കിന് ജഗതഃ സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതുഹു യഹ സഹ ധർമ്മ എന്നാണ് ആചാര്യൻ പറയുക. അതായത് ഈ ജഗത്തിൻ്റെ നിലനിൽപ്പിന് കാരണമായിട്ടുള്ള ആചാരമര്യാദകളുടെ ആകത്തുക. കാരണം നമ്മളെല്ലാവരും അവരവരുടെ ഹിതത്തെ ആഗ്രഹിക്കുന്നവരാണ്, അവരവരുടെ സുഖത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി എന്ന് പറയും. നമ്മളൊരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വിചാരിക്കും അവർക്ക് വേണ്ടിയാണ് ആ സഹായം നമ്മൾ നൽകുന്നതെന്ന്. പക്ഷേ ആ സഹായം ചെയ്യുന്നതിലൂടെ എൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു വികാരത്തെ അടക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പാവപ്പെട്ട ഒരാളെ കാണുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വികാരം, ഒരു വിഷമം, ദുഃഖം, അതിനെ അടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സഹായം ചെയ്യുന്നത്. പക്ഷേ അവർക്കാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ധരിക്കും. അപ്പോൾ ആത്മസുഖത്തിന് വേണ്ടിയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ ആത്മസുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും തൻ്റെ ആത്മസുഖത്തിനെ അന്വേഷിക്കുന്നത് മറ്റൊരാൾക്ക് ദോഷത്തിനായിട്ട് മാറാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ ചിലപ്പോൾ പലതും തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരു വേദിയിൽ ഒരുമിച്ചിരിക്കുമ്പോൾ ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ സുഖത്തിന് ആചരിക്കുമ്പോഴും ഈ പൂർണ്ണതയെ കണ്ടുകൊണ്ട് ഇവിടെ ഞാൻ മാത്രമല്ല, ഞാൻ നിൽക്കുന്ന ഈ സമൂഹത്തിൻ്റെ സമാധാനവും എൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ എൻ്റെയും കൂടി ചുമതലയാണ് എന്നുള്ളൊരു ബോധത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ അത് സംഘർഷങ്ങൾക്കും അതുവഴി പരസ്പരം ഇല്ലാതാകുന്നതിനും കാരണമാകും. അതുകൊണ്ട് ജഗതഃ സ്ഥിതി കാരണം, ജഗത്തിൻ്റെ നിലനിൽപ്പിന് കാരണമായിട്ടുള്ളത് പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതുഹു, എല്ലാവരുടെയും സാക്ഷാതായിട്ടുള്ള സുഖത്തിനും നിശ്രേയസിനും ഹേതുവായിട്ടുള്ള അത് എന്താണോ അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. പരസ്പരം സ്നേഹിക്കാൻ വേണ്ടി ഒരു ആചാര്യൻ നമ്മളോട് പറഞ്ഞു. ഈ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് ഏതൊരു ലോകത്തും ഏതൊരു സമൂഹത്തിലും പ്രസക്തമാണ്. അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്.
അഥവാ സഹജീവികളെ കാരുണ്യത്തോടുകൂടി അവരുമായിട്ട് ഇടപഴകണമെന്നൊരാചാര്യൻ നമ്മളോട് പറഞ്ഞു. ഏതൊരു കാലത്തും ഏതൊരു നാട്ടിലും ഏതൊരു സമൂഹത്തിലും അത് പ്രസക്തമാണ്. അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഭാരതത്തിൽ അങ്ങനെ ഒരു ധർമ്മം ഉണ്ടായിരുന്നു എന്നല്ല, എന്നും നിലനിൽക്കുന്നു. കാരണം ഈ ധർമ്മം എന്ന് പറയുന്നത് സനാതനമാണ്, നശിക്കില്ല. പരസ്പരം സ്നേഹിക്കണമെന്ന് പറയുന്നത് നശിക്കുമോ? ഏതൊരു കാലത്തും അതിന് പ്രസക്തി ഉണ്ടല്ലോ. അതുകൊണ്ടാണ് സനാതനം, നശിക്കാത്തത് എന്ന് പറയുന്നത്. ഭാരതത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥ തന്നെ ഉണ്ടാക്കപ്പെട്ടിരുന്നു. നിങ്ങൾ ഏതു മതത്തിൽ വേണമെങ്കിലും വിശ്വസിച്ചുകൊള്ളൂ. മതം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ അഭിപ്രായമാണ്. എൻ്റെ സുഖത്തിന് ഈ വഴിയിലൂടെ പോയാലാണ് നന്നായിരിക്കുക, ആയിക്കോട്ടെ, എന്തു വേണമെങ്കിലും ആവാം. പക്ഷേ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ധർമ്മവിരുദ്ധമാവരുത്. ചുരുക്കി പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. അത്രത്തോളം നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, പരമമായിട്ടുള്ള സ്വാതന്ത്ര്യമല്ല. മറ്റൊരാൾക്ക് ദുഃഖമുണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ വരെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ ദുഃഖം ഉണ്ടാക്കാൻ നിങ്ങൾ കാരണമാവാൻ സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പലതരത്തിലുള്ള ധാരാളം മതങ്ങൾ എന്ന് പറഞ്ഞു. നമ്മളെപ്പോഴും പെട്ടെന്ന് പറയുമ്പോൾ ഹിന്ദു, ക്രിസ്ത്യൻ, പിന്നെ ഇസ്ലാം എന്നൊക്കെ പറയും. പക്ഷേ ഹിന്ദു ധർമ്മത്തിനകത്ത് അല്ലെങ്കിൽ ഭാരതത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത മതങ്ങളുണ്ട്. ശൈവം, വൈഷ്ണവം, ശാക്തേയം, സൗരം, കൗമാരം, ഗാണപത്യം, സാഖ്യം, യോഗം, ന്യായം, മീമാംസ എന്നൊക്കെ പറയുന്നതെല്ലാം ഓരോ മതങ്ങളാണ്. ഓരോ വ്യക്തിക്കും ഓരോ മതങ്ങളാവാം. കാരണം അഭിപ്രായം ഒരിക്കലും ഒരുപോലെ വരില്ല. ഇനി എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ചേരാൻ പറ്റുമെങ്കിൽ പുതിയ മതത്തിൻ്റെ പേരിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാവുകയായി. ഈ മതമെല്ലാം ധർമ്മത്തിനനുസരിച്ച് മാത്രമേ പോകാൻ പാടുള്ളൂ. കാരണം എന്താ? ഒരിക്കലും മറ്റുള്ളവർക്ക് ദുഃഖത്തിന് കാരണമാവാൻ പാടില്ല, മറ്റൊരാൾക്ക് ഉപദ്രവമാവാനായിട്ട് പാടില്ല. എങ്കിൽ മാത്രമാണ് ഈ സമൂഹം ഇങ്ങനെ തന്നെ നിലനിൽക്കൂ. എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഒരു ആഗ്രഹം, ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ മാത്രമാണ് എനിക്ക് സുഖമുണ്ടാവുക, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നീയും കൂടി ഇങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നിടത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെയാണ് ഈ ധർമ്മം എന്ന് പറയുന്നത്. അത് പറയാൻ നിനക്ക് അവകാശമില്ല. നീ എന്ത് ചെയ്യുക? നീ നിൻ്റെ സുഖത്തിനനുസരിച്ച് ജീവിക്കുക. നീ പോകുന്ന വഴി ഇഷ്ടമെന്ന് കാണുന്നവർ നിൻ്റെ കൂടെ കൂടട്ടെ എന്നുള്ളതാണ്. ഇനി ഇത് മാത്രമല്ല, ഈശ്വരനെ അംഗീകരിച്ചു കൊണ്ടുള്ള മതങ്ങൾ മാത്രമല്ല, ഈശ്വരനെ ഏത് രൂപത്തിൽ വേണമെങ്കിലും ആരാധിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ആരാധിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഓരോരോ രൂപങ്ങളിൽ ഉണ്ടാകുന്നത്. ഇനി ഈശ്വരനെ ആരാധിക്കേണ്ട യാവത് ജീവേത് സുഖം ജീവേത് ഋണം കൃത്വ ഘൃതം പിബേത് ഭസ്മീഭൂതസ്യ ശരീരസ്യ പുനരാഗമനം കുതഹ എന്ന് പറഞ്ഞൊരാചാര്യനുണ്ട്, ചർവാകൻ എന്ന് പറയും. എത്ര കാലം ജീവിക്കുന്നോ അത്രയും കാലം സുഖമായിട്ട് ജീവിക്കുന്നേ. കടം വാങ്ങിച്ചിട്ടാണെങ്കിൽ നെയ്യ് കൂട്ടി ഭക്ഷണം കഴിക്കുന്നത്. കാരണം ഈ ഭസ്മമായി കഴിഞ്ഞാൽ ഈ ശരീരം പിന്നെ തിരിച്ചു വരുമോ? അതുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുക, ഈശ്വരനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്ന് പറയുന്ന ചാരുവാക്ക് പറയുന്ന ചാർവാകനും ഭാരതത്തിലുണ്ടായിട്ടുണ്ട്. ഇവരെല്ലാവരും ഋഷിമാരാണ്, ഋഷിയായിട്ടാണ് കാണുക. ധർമ്മവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല, മതത്തെ അംഗീകരിക്കുന്നു. ഈ ധർമ്മം പക്ഷേ എല്ലാവരിലും ഉണ്ടാവാൻ വേണ്ടി എന്ത് ചെയ്യും? ധർമ്മത്തിൻ്റേതായിട്ടുള്ള പദ്ധതികൾ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട്. പലതരത്തിൽ ധർമ്മത്തിൻ്റെ ഗുണങ്ങൾ, ലക്ഷണങ്ങളൊക്കെ പറയും. ധൃതി, ക്ഷമ, ദമോസ്തയം, ശൗചം, ഇന്ദ്രിയ നിഗ്രഹം, ധീർ, വിദ്യ, സത്യം, അക്രോധം, ദശകം ധർമ്മലക്ഷണം എന്ന് പറഞ്ഞിട്ട് ധർമ്മത്തിൻ്റെ 10 ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു തരും. പക്ഷേ ഈ ധർമ്മത്തിനൊരു പ്രശ്നം എന്താ വെച്ചാൽ, ധർമ്മം എന്ന് പറയുന്നത് ആ പ്രവൃത്തിയെ നോക്കിയിട്ടല്ല മനസ്സിലാക്കേണ്ടത്, എന്താണോ അതിൻ്റെ ഉദ്ദേശം എന്ന് നോക്കിയിട്ടാണ്. സമൂഹത്തിൽ ഒരാളെ കൊന്നു, അയാൾ കൊലപാതകിയാണ്. നമ്മൾ പിടിച്ച് നേരെ പോലീസ് നേരെ കൊണ്ടുപോയി ന്യായാധിപൻ്റെ മുന്നിൽ നിർത്തി. ന്യായാധിപൻ ന്യായവിചാരമൊക്കെ ചെയ്തിട്ട് പറഞ്ഞു ഇയാളെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞു. രണ്ടുപേരും ചെയ്തത് ഒരേ പ്രവൃത്തിയാണ്, കൊല്ലുക എന്നുള്ളത്. അയാളും കൊന്നു, ഇയാൾ കൊല്ലാനായിട്ട് നിർദ്ദേശം കൊടുത്തതിലൂടെ അതേ പാതകം തന്നെ ഇയാൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ന്യായാധിപൻ ചെയ്ത കൊലപാതകത്തെ നമ്മൾ കൊലപാതകമെന്ന് എണ്ണില്ല. കാരണം മറ്റേയാൾ ചെയ്തത് അയാളുടെ ഏതോ താല്പര്യത്തിന് വേണ്ടി, സ്വന്തം താല്പര്യത്തിന് വേണ്ടി, തൻ്റെ സുഖത്തിന് വേണ്ടി ഒരാളെ വധിച്ചിരിക്കുന്നു. പക്ഷേ ഈ ആൾ ഈ സമൂഹത്തിൽ നിലനിന്നാൽ ഇനിയും ഇത്തരത്തിൽ പ്രവർത്തിക്കുമെന്നുള്ളത് കൊണ്ട് ഈ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ന്യായാധിപൻ കൊലപാതകിയായത്, അഥവാ കൊലപാതകത്തിന് തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചത്. അപ്പോൾ ഇതിൽ ഏതാ ധർമ്മം എന്ന് ചോദിച്ചാൽ, ധർമ്മം എന്തിനു വേണ്ടി ചെയ്തു എന്നതനുസരിച്ചിരിക്കും. തർക്കോപ്രതിഷ്ഠ ശ്രുതയോ വിഭിന്ന
തർക്കങ്ങൾ എവിടെയും ചെന്ന് എത്തിച്ചേരില്ല. അതിങ്ങനെ തർക്കിച്ചുകൊണ്ടേയിരിക്കും. വൈകുന്നേരം ചാനലിൽ ചർച്ച കാണുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ശ്രുതയോ വിഭിന്ന. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു നിർദ്ദേശം അനുസരിച്ച് ജീവിക്കണം എന്ന് വിചാരിച്ചാൽ പല ശ്രുതികൾ പലതായി പറയുന്നു. അപ്പോൾ ഇത് ഏതെടുക്കുക? നൈഗോ ഋഷിർ യസി വചഃപ്രമാണം. ഇനിയിപ്പോൾ ഏതെങ്കിലും ഋഷിമാർ പറയുന്നത് നോക്കാമെന്ന് വിചാരിച്ചാൽ, നേരത്തെ പറഞ്ഞു ചാർവാകൻ എങ്ങനെ പറയുന്നു, അപ്പുറത്ത് യാജ്ഞവൽക്യൻ മറ്റൊന്ന് പറയുന്നു. ഇവിടെയും പ്രശ്നമാണ്. അപ്പോൾ പറയാ ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം. ധർമ്മത്തിൻ്റെ തത്വം ഗുഹയിലാണത്രേ. അത് പെട്ടെന്ന് മനസ്സിലാവില്ല, ഈ പ്രവൃത്തി കണ്ടിട്ടല്ല. അപ്പോഴാണ് മഹാജനോ ഏന ഗതസ്സ പന്ഥ. മഹാജനങ്ങൾ ഏത് വഴിയാണ് പോയത് അതിലൂടെ മുന്നോട്ട് പോയാൽ മതി. നേരത്തെ ഇവിടെ ഉദ്ഘാടക പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, നമ്മുടെ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞല്ലോ, അദ്ദേഹം കാണിച്ചു തന്ന വഴിയിലൂടെ പോകാന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സംശയമില്ല. ഇപ്പോൾ നമ്മളോട് ചോദിക്കുക തൃശ്ശൂർക്ക് എങ്ങനെയാണ് പോകാമെന്ന് ചോദിക്കുമ്പോൾ, ഇവിടുന്ന് വഴി പറയുമ്പോൾ നേരെ അങ്ങനെ പോയിട്ട് അവിടുന്ന് ലെഫ്റ്റ് തിരിയണം, പിന്നെ അവിടുന്ന് റൈറ്റ് തിരിയണം, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബസ് പോകുന്നത് തൃശ്ശൂർക്ക്. അപ്പോൾ നമ്മളെന്താ പറയുക? ആ ബസ്സിൻ്റെ പിന്നാലെ പോയാൽ മതി, ഇത്രോ, വേറെ ഇനി ലെഫ്റ്റിൽ റൈറ്റ് ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് നേരെ തൃശ്ശൂർ എത്താം എന്ന് പറഞ്ഞതുപോലെയാണ് മഹാജനങ്ങളുടെ പിന്നാലെ പോവുക. അപ്പോൾ വേദം എന്ന് പറയുന്നത് ഈ ധർമ്മത്തിൻ്റെ തത്വത്തെ ഉപദേശിക്കലാണ്. അത് എല്ലാവർക്കും പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്തു ചെയ്യണം? ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബൃഹയത്. ഇതിഹാസ പുരാണങ്ങളെ കൊണ്ട്, ഇതിഹാസങ്ങൾ എന്ന് പറയുന്നത് മുൻപുണ്ടായിരുന്ന ചരിത്രത്തെയൊക്കെ പുനരാഖ്യാനം ചെയ്യുകയാണ്. ആ ചരിത്രത്തിൽ കഥകളും കൂടി ചേർത്തിട്ട് എന്തിനു വേണ്ടിയാ? ധർമാർത്ഥ കാമമോക്ഷാണാം ഉപദേശ സമന്വിതം പുരാവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷത്തെ. ഇത് ഇതിഹാസകാരൻ തന്നെ എഴുതി വച്ചിരിക്കുന്നതാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇങ്ങനെ ഭാരതം മുന്നോട്ട് വെച്ചൊരു പന്ഥാവുണ്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യവും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഉപദേശങ്ങളോട് കൂടിയതാണ് ഇതിഹാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിഹാസത്തെ അല്ലെങ്കിൽ പുരാണങ്ങളിലൂടെ നമ്മൾക്ക് ഈ കഥകൾ പറഞ്ഞു തരുമ്പോൾ കഥയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ധർമ്മത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ ആന്തരാർത്ഥത്തെ, ഈ ധർമ്മത്തിൻ്റെ തത്വത്തെ മനസ്സിലാക്കാതെ ഇതിഹാസങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേരിലും ഇതിഹാസത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കഥയുടെയും പേരിലാണ് പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാവുന്നത്. ആമയുടെയും മൊയലിൻ്റെയും കഥ പറഞ്ഞു തരികയാണ് നമുക്ക്. ആമയുടെയും മൊയലിൻ്റെയും കഥ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള കഥയാണ്. നമുക്ക് എന്താ മനസ്സിലാവുക? നിങ്ങൾ മൊയലിൻ്റെ പോലെ ഒന്നിനും ചെറുതായിട്ട് കാണരുത് കേട്ടോ, ആമയുടെ പോലെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പ്രയത്നിക്കൂ, നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. ഇതിനു വേണ്ടിയാണ് ആ കഥ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ തർക്കം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആമയും മൊയലും തമ്മിൽ അങ്ങനെ ഒരുമിച്ചൊരു മത്സരം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ പോലും ആമയുടെയും മൊയലിൻ്റെയും കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഒരിക്കലും അവർ തമ്മിലൊരു മത്സരം ഉണ്ടാവുകയില്ല. ഇങ്ങനെ ശാസ്ത്രീയമായിട്ട് ഈ കഥയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ കഥ ആമയും മൊയലും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോന്നാണോ അതിൻ്റെ വിഷയം? അതിൻ്റെ വിഷയം അതല്ലല്ലോ. ആ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തന്നൊരു ആശയമുണ്ട്. ദൈവം സഹായിച്ച് ഈ ആശയത്തിലേക്ക് അധികം പേരും എത്തുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന വാക്കുകളെ ചൊല്ലിയിട്ടാണ് തർക്കങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നത്. ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതെല്ലാം അതിൻ്റെ ആശയം എന്ത് എന്ന് അന്വേഷിക്കുന്നിടത്ത് നമ്മളെല്ലാവരും ഒന്നായിട്ട് തീരും. ഇവിടെ പറഞ്ഞ പോലെ വ്യത്യസ്ത മതങ്ങളായിട്ടോ വ്യത്യസ്ത ആശയങ്ങളായിട്ടോ തോന്നുന്നതെല്ലാം അതിൻ്റെ ലക്ഷ്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എല്ലാം ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് പല മതസാരവും ഏകം എന്ന് പറയുന്നത്. നിത്യചൈതന്യേതി വിദേശത്ത് പോയ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു പെൺകുട്ടി ചോദിച്ചു അത്രേ, അങ്ങ് ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം നമ്മൾ പറയുന്ന പോലെ ഉണ്ട് ഇല്ല ഉണ്ടില്ല എന്നൊന്നും അല്ല പറഞ്ഞത്. അദ്ദേഹം ചോദിച്ചു, നീ ഈശ്വരൻ എന്ന് പറഞ്ഞത് എന്തിനെ ഉദ്ദേശിച്ചിട്ടാ? അതൊന്ന് പറയൂ. അപ്പോൾ ഞാൻ പറയാം, ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പറയാം. പലപ്പോഴും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. വാക്കുകളെ ചൊല്ലിയിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതുപോലെ നമ്മൾ ഒരുമിച്ചിരുന്നതിൻ്റെ ആശയത്തെ ചർച്ച ചെയ്യുകയാണെങ്കിൽ അത്തരം പ്രശ്നങ്ങളില്ലാതെ, ആശയം ഒന്ന് തന്നെയാണല്ലോ, വാക്കല്ലേ വ്യത്യാസമുള്ളൂ എന്ന് മനസ്സിലാക്കുക. നമ്മൾ പലപ്പോഴും പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്കെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ എൻ്റെ അനിയത്തിയുടെ ഭർത്താവ് തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹം തൃശ്ശൂർ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ നിന്നാൽ മതി, ഞാൻ അവിടേക്ക് വരാമെന്ന് പറഞ്ഞു. എവിടെ? ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ നിന്നാൽ മതി, ഞാൻ അവിടെ വരാമെന്ന് പറഞ്ഞു. ഇയാൾ നേരെ പോയിട്ട് ശക്തൻ സ്റ്റാൻഡിൻ്റെ മുന്നിൽ നിന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവൻ എന്തൊരു മണ്ടനാണ്. ഇവനോട് ഞാൻ പറഞ്ഞത് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ നിൽക്കാനല്ലേ? ഞാൻ അവനോട് ചോദിച്ചത്, നിന്നോട് ഞാൻ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ നിൽക്കാനല്ലേ പറഞ്ഞ്, നീ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ നിന്നേ. അവൻ ആദ്യം ഇങ്ങനെ അന്ധം വിട്ട് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അല്ല, ഞാൻ നിന്നോട് പറഞ്ഞു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ നിൽക്കാനല്ലേ? അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, അല്ല അണ്ണാ, എല്ലാ ബസ്സും ട്രാൻസ്പോർട്ടിങ്കാണ് യൂസ് பண்ணுறாங்க, എല്ലാ ബസ്സും ട്രാൻസ്പോർട്ടിങ്ങിനുള്ളതല്ലേ എന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇല്ലേ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞപ്പോൾ ട്രാൻസ്പോർട്ട് ബസ് എന്ന് പറഞ്ഞ കാര്യം മനസ്സിലായി. പക്ഷേ കേട്ട ആൾക്കത് മനസ്സിലാവുന്നില്ല. നമ്മൾ KSRTCയുടെ ചുരുക്കപ്പേരായിട്ടാണ് ഈ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വാക്കുകളിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ്.
അപ്പോൾ ഭാരതത്തിൽ ഇങ്ങനെ ഒരു ധർമ്മത്തെക്കുറിച്ച് നമ്മളോട് ഉപദേശിച്ചു. ഈ ധർമ്മത്തെ അറിയാൻ വേണ്ടി അറിവിനായും സമ്പത്തിനായുമാണ് ലോകത്തു നിന്ന് ഏതൊരു കപ്പൽ പുറപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ഭാരതത്തിലേക്കായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടുത്തെ അറിവിനും സമ്പത്തിനും വേണ്ടിയായിരുന്നു വന്നിരുന്നത്. കാരണം ധർമാർത്ഥ കാമമോക്ഷങ്ങൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഈ ധർമ്മമാണെങ്കിൽ ആ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവർക്ക് സമാധാനപരമായിട്ടോടെ ജീവിക്കാനായിട്ട് സാധിക്കും. കാരണം ഈ ധർമ്മം എന്ന് പറയുന്നത് എന്തിനാ? ഈ സമാധാനത്തോടുകൂടി നമ്മൾ പരസ്പരം ഒരുമിച്ച് ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആചാരമര്യാദകൾ. അതോടൊപ്പം തന്നെ ആർക്കും ഏതു തരത്തിലും അവരവരുടെ വിശ്വാസം കൊണ്ട് നടക്കാം. പക്ഷെ വിശ്വാസം നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത ആൾക്ക് പ്രശ്നമായി തീരരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ മതങ്ങളെല്ലാം, ഹിന്ദു മതങ്ങളെല്ലാം തന്നെ പരസ്പര വിദ്വേഷത്തോടു കൂടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ആചാര്യന്മാർ പറയും ധർമ്മം ചര, ധർമ്മം ചര, ധർമ്മം ചര എന്ന് പറയും നമ്മളോട്. കാരണം ധർമ്മം ആചരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ളത് തന്നെയാണ്. ഈ രാമായണ മഹാഭാരതാദി കൃതികളെല്ലാം തന്നെ ഞാനിവിടെ വന്നപ്പോൾ കേട്ടു, രാമായണ ക്വിസിൽ ഇവിടുത്തെ 2 കുട്ടികൾക്ക് സമ്മാനം കിട്ടിയ കാര്യം പറയുന്നത് കേട്ടു. നമ്മൾ രാമായണം കഥ കേട്ട് കഴിയുന്ന സമയത്ത് നമ്മൾ രാമനെക്കുറിച്ചോ സീതയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ എന്തിനാണ് കൃതി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ മഹാജനോ ഏന ഗതസ്സ പന്ഥ എന്ന് പറഞ്ഞു, മഹാജനങ്ങളുടെ പിന്നാലെ പോയാൽ മതി. മഹാജനങ്ങൾ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന ധർമ്മിഷ്ഠരായിട്ടുള്ള മഹജ്ജനങ്ങൾ, അവർ ചെയ്യുന്നത് എന്താണോ അതനുസരിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഈ മുന്നോട്ട് പോകുന്ന സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ചു കൊടുത്ത ചില കഥാപാത്രങ്ങളാണ് രാമൻ. രാമസ്യ അയനം, രാമൻ്റെ യാത്ര, പിന്നാലെ പോയാൽ മതി. അപ്പോൾ ആ പിന്നാലെ പോകുന്ന സമയത്ത് ഓരോരോ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് ധർമ്മത്തിൻ്റെ തത്വമെന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് രാമൻ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ആ കഥാപാത്രങ്ങളെ നേരത്തെ ആമയുടെയും മൊയിലിൻ്റെയും കഥയെ നമ്മൾ വിശദീകരിച്ചതുപോലെ അല്ലെങ്കിൽ മനസ്സിലാക്കിയതുപോലെ കഥാപാത്രങ്ങളുടെ പേരിനെ ചൊല്ലി ആ കടന്നു പോകുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞ ആശയങ്ങളുണ്ട്, ധർമ്മത്തിൻ്റെ തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇന്ന് നമ്മൾ ഭയക്കുന്ന ആ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. ഇതിനാണ് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ധർമ്മത്തിൻ്റെ തത്വം നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ബാക്കി എന്തൊക്കെ വേണമോ അതൊക്കെ നമ്മൾ സ്വയം ഉണ്ടാക്കും. പക്ഷേ ധർമ്മത്തെക്കുറിച്ച് എപ്പോഴും പറയുകയും ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ പറയുന്നതാണ് സമൂഹത്തിൻ്റെ മനസ്സായിട്ട് മാറുന്നത്. അധാർമികമായിട്ടുള്ള കാര്യങ്ങൾ പറയരുത് എന്ന് പറയും. കാരണം സമൂഹത്തെ അത് സ്വാധീനിക്കുമെന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ പോലും ഇവിടെ ഈ ഭയങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരും ഒരേ ലക്ഷ്യത്തിൽ, എല്ലാവർക്കും ഏതൊരാചാര്യൻ ഇവിടെ വന്നിട്ടുണ്ടോ അവരുടെ അഭിപ്രായങ്ങളാണല്ലോ നമ്മൾ മതങ്ങളായിട്ട് എടുക്കുന്നത്. ഒരാൾക്കും പരസ്പരം വെട്ടിച്ചാവണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും ആ സമൂഹത്തിന്, മനുഷ്യർക്ക് നന്മയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സമാധാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ട വഴികളാണ് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അതിനെ ചൊല്ലി അതിലെ വാക്കുകളെ വ്യാഖ്യാനിച്ചു കൊണ്ടെല്ലാം മുതലെടുക്കുന്ന ചിലരൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ പറഞ്ഞ ഭയചകിതമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാകുന്നത്. ഇന്ന് നമുക്കറിയാം, അതാണ് നമ്മൾ ഈ സംഘർഷഭരിതം എന്ന് പറയുന്നത്. എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഭയത്തോടു കൂടിയിട്ടാണ് നടക്കുന്നത്. പരസ്പരം ആരൊക്കെയോ മുതലെടുപ്പിന് വേണ്ടി ചെയ്യുന്നതാണത്. പക്ഷേ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഓരോ സമൂഹത്തിലും ഒട്ടനവധി പേര്, വലിയൊരു സമൂഹം എല്ലാവരും സമാധാനത്തോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ. പക്ഷെ അവർ സംഘടിതരല്ല. കുറച്ച് സംഘടിതരായിട്ടുള്ള പേര് തീവ്രമായിട്ടുള്ള ചില ചിന്താധാരകളുമായിട്ട് വന്ന് മറ്റുള്ളവരെല്ലാം അടിച്ചു ഏൽപ്പിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് ആ ആരംഭ ഗീതത്തിൽ പറഞ്ഞതുപോലെ പുതിയൊരു തലമുറ അറിവ് നേടുക. ആ അറിവ് കൈമുതലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഈ സമൂഹത്തെ ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞ ഈശ്വരൻ, ഏകനായിട്ടുള്ളൊരു ഈശ്വരനുണ്ട്. ആ ഏകനായിട്ടുള്ള ഈശ്വരനെന്നോ ദൈവമെന്നോ എന്തു പേര് വേണമെങ്കിലും വിളിക്കാം. സംസ്കൃതത്തിൽ ഞങ്ങൾ പിന്നെ ഇതിനൊക്കെ ഓരോ വ്യാഖ്യാനം കൊടുക്കും. ദേവോദ്ദീപനാഥ്, ദേവദ്യോതനാഥ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ ഓരോ അർത്ഥങ്ങൾ കൽപ്പിക്കും. ഏത് തരത്തിൽ പറഞ്ഞാലും ഈ ലോകത്തിനെല്ലാം കാരണമായിരിക്കുന്നൊരു ശക്തിവിശേഷമുണ്ട്. ആ ഒരു ശക്തിവിശേഷത്തെ മറക്കരുത്. ആ ഒരു ശക്തിവിശേഷത്തെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട്, കാരണം അപ്പോൾ മാത്രമാണ് ഈ ടോട്ടാലിറ്റിയെക്കുറിച്ചുള്ള ധാരണ നമുക്കുണ്ടാവുള്ളൂ. നമ്മൾ വിദ്യ നേടുമ്പോൾ നമ്മൾ പറയും ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച്ച. നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാ? തൻ്റെ മോക്ഷത്തിന് വേണ്ടി, മോചനത്തിന് വേണ്ടി. മോചനം എന്ത്? അസ്വാതന്ത്ര്യത്തിൽ നിന്ന് മോചനം വിദ്യ കൊടുക്കും. അപ്പോൾ തൻ്റെ സ്വാതന്ത്ര്യത്തിന്, തൻ്റെ മോക്ഷത്തിന് വേണ്ടി, അതുപോലെ ജഗത് ഹിതായജ, ജഗത്തിൻ്റെ ഹിതത്തിനും വേണ്ടി.
ഈ ലോകത്തിൻ്റെ ഹിതത്തിനും കൂടി വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ കേവലം എൻ്റെ ഉപജീവനത്തിന് വേണ്ടി എന്തോ ഇപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തെ കാണുന്നത്. പഠിച്ചാൽ നല്ല ജോലി കിട്ടും, നല്ല കാശ് കിട്ടും, നല്ല രീതിയിൽ ജീവിക്കാം എന്നുള്ളതാണ്. അല്ല, നിങ്ങൾ പഠിച്ചത് എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ജഗത്തിൻ്റെ ഹിതത്തിന് വേണ്ടി. ഹിതം എന്ന് പറഞ്ഞാൽ ജഗത്തിൻ്റെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ചുറ്റുള്ളവരുടെ ഇഷ്ടമല്ല, അവർക്ക് ഹിതമായിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനും കൂടിയാണ് ഞാൻ പഠിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് നമ്മൾ വിദ്യ നേടേണ്ടത്. ആചാര്യൻ ചോദിക്കും, കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി, ഏതൊന്ന് പഠിച്ചാലാണോ എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നത്? അപ്പോൾ പറയും, ദ്വേ വിദ്യേ വേദിതവ്യേ, 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അന്ന് പറയുന്നത് പരാവിദ്യ അപരാവിദ്യ എന്ന് പറയും. പരാവിദ്യ എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ ടോട്ടാലിറ്റിയെക്കുറിച്ചുള്ള ഒരു ധാരണ, ഈ ലോകത്തെക്കുറിച്ച്, ലോകം എന്താണ്, ഈ പ്രകൃതി എന്താണ്. കാരണം പലപ്പോഴും എൻ്റെ അച്ഛൻ പറഞ്ഞു, ലിഫ്റ്റ് ഇറിഗേഷൻ ഉണ്ട് അവിടെ, അപ്പോൾ വെള്ളം വരും നനയ്ക്കാൻ വേണ്ടിയിട്ട്, പറമ്പ് നനയ്ക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അത് നടത്തിപ്പുകാരുമായിട്ട് ഇദ്ദേഹം എന്തോ കശപിശയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങളുടെ വെള്ളം നമുക്ക് വേണ്ട, നമ്മൾ നമ്മുടെ കിണറ്റിൽ നിന്ന് വെള്ളം അടിച്ചിട്ട് നനച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, നമ്മുടെ കിണറ്റ് വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാകുന്നത് ആ വെള്ളം വരുന്നത് കൊണ്ടാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ പ്രകൃതിയിൽ ഒരു മല അവിടെ നിന്ന് തുറന്നു കൊണ്ടുപോയിട്ട് മറ്റൊരു സ്ഥലത്ത് പാടം നികത്തുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നിലനിൽപ്പ് ഈ പ്രകൃതിയിലാണ്. ഈ പാരസ്പര്യം നമുക്കുണ്ടാവണം. പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ഒരു സമൂഹത്തിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ എൻ്റെ കാശ് കൊണ്ടാണ് ജീവിക്കുന്നേ. കാശ് കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായത് കൊറോണ വന്നപ്പോഴും പ്രളയം വന്നപ്പോഴുമാണ്, അല്ലേ? ഫെരാരി വാങ്ങിച്ച് വീട്ടിലിട്ടിട്ട് ഒരു കുട്ടകത്തിൽ പോയത് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അഹങ്കരിക്കാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഈ പാരസ്പര്യം മാത്രമേ നമുക്ക് നിലനിൽക്കാൻ. അങ്ങനെ ഒരു പാരസ്പര്യമുണ്ട്. നമ്മൾ ചവിട്ടി നടക്കുന്ന ഈ മണ്ണിലുള്ള ഒരു പുൽക്കൊടി തുമ്പിൽ നിന്നും പോലും ഉണ്ടാകുന്ന ഓക്സിജനാണ് നമ്മൾ വലിച്ചു കയറ്റുന്നത്. നമ്മൾ മറക്കുകയാണ്. പക്ഷെ ഓക്സിജൻ്റെ വില നമ്മൾ മനസ്സിലാക്കിയപ്പോഴാണ് കൊറോണ കാലത്ത്, അല്ലേ? ഒരു കുറ്റിക്ക് എത്രയാണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പാരസ്പര്യത്തെക്കുറിച്ചുള്ള ധാരണ നമുക്ക് വേണ്ടേ? എങ്കിലല്ലേ അത് നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കൂ. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞത്, പരസ്പരം ഭാവയന്ത ശ്രേയപരമവാപ്സ്യത. പ്രകൃതിയും നീയും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കുക, ആ പാരസ്പര്യത്തെ നിലനിർത്തുക. മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കുക, അതിനെ നിലനിർത്തുക. മനുഷ്യനും മറ്റു ജീവികളുമായിട്ടുള്ള ബന്ധങ്ങളെ മനസ്സിലാക്കുക, അത് നിലനിർത്തുക. അപ്പോൾ ഇത്തരത്തിൽ പറഞ്ഞപ്പോൾ ഈ ഏകനായിട്ടുള്ള ഈശ്വരനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ പേരിട്ട് വിളിച്ചോളൂ, ഇഷ്ടമുള്ള തരത്തിൽ നിങ്ങൾ ആരാധിച്ചോളൂ, അല്ലേ? നമ്മളൊരു ആശയത്തെക്കുറിച്ച് പറയുമ്പോൾ കൃത്യമായിട്ടൊരു രൂപമില്ലാത്തൊരാശയമാണെങ്കിൽ നമ്മളുടെയൊക്കെ സങ്കല്പത്തിലുള്ള ഒരു രൂപത്തെയാണ് നമ്മൾ അവരോധിക്കുക. അതുകൊണ്ട് ഓരോരുത്തരുടെയും ഈശ്വരൻ വ്യത്യസ്തമാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ആരാധിക്കാം എന്ന് പറഞ്ഞു. ആ ഓരോ ഈശ്വര രൂപങ്ങളിൽ ഓരോരുത്തരെ ആരാധിക്കുകയും അങ്ങനെയാണ് ഇവിടെ ഒട്ടനവധി മതങ്ങൾ ഭാരതത്തിൽ ഉണ്ടായി വന്നത്. അതാണ് ഭാരതീയ മതങ്ങൾ എന്ന് നമ്മൾ വിളിച്ച നേരത്തെ ശൈവം, വൈഷ്ണവം, ശക്തയും, കൗമാരം, സൗരം, ഗാണപത്യം എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ഉണ്ടായതാണ്. അതൊക്കെ വ്യത്യസ്ത മതങ്ങളാണ്, വ്യത്യസ്ത സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം, ഇത്രയധികം മതങ്ങളുണ്ടെങ്കിലും ഇതെല്ലാം ഹിന്ദു ധർമ്മം എന്ന് പറയുന്ന, ഹിന്ദു എന്നുള്ളത് പ്രദേശത്തിൻ്റെ പേരാണെന്ന് നമുക്കറിയാം, ആ ധർമ്മം എന്ന് പറയുന്ന ഒന്നിനാൽ സുരക്ഷിതമാണ്. അതുകൊണ്ട് ഇതിലേക്ക് ഇനി എത്ര മതങ്ങൾ കടന്നു വന്നാലും ഭാരതത്തിൽ പ്രശ്നമല്ല. കാരണം ഭാരതത്തിൽ ധാരാളം മതമുണ്ടാകുന്ന ആ സാഹചര്യത്തെ മനസ്സിലാക്കി അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഓരോരുത്തർക്കും മതമുണ്ട്. പക്ഷേ അവരവരുടെ മതങ്ങൾ അവരവർക്ക് പ്രസക്തമായതുപോലെ തന്നെ മറ്റുള്ളവർക്കും എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ബഹുസ്വരതയുണ്ടെങ്കിലും വൈവിധ്യങ്ങൾ, ഭാരതത്തിൻ്റെ വൈവിധ്യം നോക്കൂ, ലോകത്തെ എവിടെ അങ്ങനെയുള്ളത്? പക്ഷേ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നിട്ടാണല്ലോ ഭാരതം എന്നുള്ളൊരു പേരിൽ നിൽക്കുന്നത്. ഈ പാരസ്പര്യത്തോടു കൂടി നിലനിൽക്കുന്നത് കൊണ്ടാണ്. കാരണം അതിൻ്റെ അടിസ്ഥാനം സനാതന ധർമ്മം എന്നുള്ളതാണ്. ഇതാണ് സാമാന്യമായിട്ട് ഭാരതത്തിൻ്റെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയമായിട്ടുള്ള ഒരു സങ്കല്പം. ജീവിത ദർശനവും ഇതുതന്നെയാണ്. ഈ ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി പിന്നെ ചില വ്യവസ്ഥിതികളുണ്ടായി. ആ വ്യവസ്ഥിതികൾ പിന്നെ ഈ പറഞ്ഞ പോലെ വ്യാഖ്യാനങ്ങളോട് വ്യാഖ്യാനങ്ങളായി വന്നപ്പോൾ പുതിയ കാലങ്ങളിൽ പലരും അർഹരല്ലാത്തവരും ഒക്കെ വ്യാഖ്യാനിച്ചപ്പോൾ പിന്നെ അത് ജാതിയായി, പല 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 തരത്തിലുള്ള വിഭാഗങ്ങളായി, പിന്നെ പരസ്പരം മല്ലിടുന്ന തരത്തിലേക്ക് എത്തുന്നത് കാണാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അവിടെയെല്ലാം ആചരിച്ചു വന്നപ്പോഴുണ്ടായ ചില പിഴവുകളാണ്. നമ്മുടെ ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളിലായിരുന്നില്ല, മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ കാര്യമാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അതിനെ അതത് കാലഘട്ടങ്ങളിൽ
ആ വരുന്ന വീഴ്ചകളെ മാറ്റിക്കൊണ്ട് അവരെ മുന്നോട്ട് നയിക്കണമെന്ന് ആചാര്യന്മാർക്ക് നിർദ്ദേശവും കൊടുത്തു. അങ്ങനെയാണ് ഉണ്ടായത് സ്മൃതികൾ എന്നുള്ളത്. ആധുനിക കാലഘട്ടത്തിൽ അങ്ങനെ സ്മൃതി എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പോൾ മനുസ്മൃതി മാത്രമേ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ധാരാളം സ്മൃതികളുണ്ട്. യാജ്ഞവൽക്യ സ്മൃതിയുണ്ട്, പലതരത്തിലുള്ള കുറേ തരത്തിലുള്ള സ്മൃതികളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് ഈ ധർമ്മത്തെ വ്യാഖ്യാനിച്ച് സമൂഹത്തെ സന്തോഷത്തിലും സമാധാനത്തിലും എല്ലാവർക്കും സുഖമുണ്ടാകുന്ന തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അതിനുവേണ്ടിയാണ് ആചാര്യന്മാർ പറഞ്ഞത് വിശ്വം ഭവത്തേകനീടം, ഈ ലോകം ഒരു കൂടാണ്. വസുധൈവ കുടുംബകം, ഈ ലോകം എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവരും സുഖത്തോടു കൂടിയിരിക്കട്ടെ. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ, എല്ലാവരും സുഖത്തോടു കൂടിയിരിക്കട്ടെ, എല്ലാവരും രോഗങ്ങളില്ലാത്തവരായിരിക്കട്ടെ. സർവേ ഭദ്രാണി പശ്യന്തു, നല്ലത് മാത്രം കാണാൻ എല്ലാവർക്കും സാഹചര്യം ഉണ്ടാവട്ടെ. മാ കശ്ചിത് ദുഃഖ ഭാഗ് ഭവേത്, ഒരാൾ പോലും ദുഃഖ ഭാഗ് ആവരുത്, ഒരാൾക്കും ദുഃഖമുണ്ടാവാനായിട്ട് പാടില്ല. അങ്ങനെ ഈ ലോകത്ത് ഇതിൽ ഭാരതീയർക്ക് മാത്രമെന്നോ ഹിന്ദുക്കൾക്ക് മാത്രമെന്നോ അല്ലെങ്കിൽ കേരളീയർക്ക് മാത്രമെന്നോ ഒരു വിഭാഗം തിരിച്ചല്ല പറഞ്ഞത്. എല്ലാവരും മനുഷ്യനായി പിറന്ന അല്ലെങ്കിൽ എല്ലാ ജീവനായിട്ട്, മനുഷ്യൻ എന്നുള്ളതല്ല പലപ്പോഴും നമ്മുടെ വേദങ്ങളിൽ പറയുക, ജീവൻ എന്നുള്ളത്, ജീവനായിട്ട് ജനിച്ചിട്ടുള്ള എല്ലാവർക്കും സുഖമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് നിർദ്ദേശങ്ങൾ തന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഈ ആചരണങ്ങളിൽ വന്നിട്ടുള്ള വീഴ്ചകളിലാണ് പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകുന്നതും നമ്മൾ പരസ്പരമുള്ള സംവാദങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം നോക്കുമ്പോൾ അത് നേരത്തെ പറഞ്ഞ മാതിരി ഈ ലോകഹിതം എന്നുള്ളതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് വളരെ അത്ഭുതമുണ്ട്. എന്തായാലും ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ചിന്തിക്കുന്നത് സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. ഇത്തരത്തിലുള്ള ചിന്തകളുണ്ടെന്ന് ഇവിടെ വന്ന് സംസാരിച്ച സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കേട്ടതല്ല, അങ്ങനെയല്ലാത്ത വിഭാഗങ്ങളുണ്ട്. അറിവിനെ ആരാധിക്കുന്നവർ, അറിവ് നേടണമെന്ന് ആഗ്രഹിക്കുന്നത്, അറിവ് കൊണ്ട് ഈ സമൂഹത്തിന് സമാധാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട് എന്ന് കേട്ടപ്പോൾ വലിയ ഒരു സന്തോഷമുണ്ട്. അതുപോലെ ഇന്ന് ചൊല്ലിയ ആ പാട്ടുകളുടെ വരി എനിക്ക് ഒന്ന് തരണം, എനിക്ക് പലരോടും പറയാനുണ്ട് എന്നാണ് പറയുക. അതുപോലെ ഇവിടെ നടക്കുന്ന പരിപാടികളിൽ ഇനിയും എന്നെ വിളിക്കണം, പ്രസംഗകനായിട്ടല്ല അല്ലാതെ പങ്കെടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം പുതിയൊരു സന്തോഷം കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. കേട്ടുപരിചയത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ള അനുഭവം ഉണ്ടായതുകൊണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.